നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ധാരണയായില്ല, ചർച്ച തുടരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒരുമിച്ച് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം സംസ്ഥാന ഘടകത്തിന്. ഇത് സംബന്ധിച്ച് അന്തിമ നിലപാട് കൂടിയാലോചനകൾക്ക് ശേഷമെന്നും CPM കേന്ദ്ര നേതൃത്വം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിർദ്ദേശം. ഇരു നേതാക്കളും ഒന്നിച്ച് മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും പൊതു അഭിപ്രായം. ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിന് കേരളത്തിൽ എന്തു ന്യായീകരണം നൽകണമെന്ന വിഷയത്തിലും PP ഉപസമിതിയിൽ ചർച്ച. രാജേഷ് പിള്ള യാത്രയായി. ചലച്ചിത്ര സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന രാജേഷിന്റെ വിയോഗം 11:50 കൊച്ചിയിലെ PVS ആശുപത്രിയിൽ. പുതിയ ചിത്രമായ വേട്ട തിയേറ്ററുകളിൽ എത്തിയതിന്റെ പിറ്റേന്നാൾ യുവ സംവിധായകന്റെ മരണം 42-ാം വയസ്സിൽ. 2005-ൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി തുടക്കം കുറിച്ച രാജേഷ് പിള്ള 2011-ൽ ട്രാഫിക്കിലൂടെ മാറ്റിവരച്ചത് കഥ പറച്ചിലിന്റെ പഴയ വഴികൾ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നായികാ പ്രധാന ചിത്രമായ മിലിയും ശ്രദ്ധേയം. സംസ്കാരം നാളെ രാവിലെ 10:30 രവിപുരം ശ്മശാനത്തിൽ. മുഖ്യന്റെ വിവാദ സമ്മാനം. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള വിവാദ നിയമനം ക്യാബിനറ്റ് റാങ്കോടെ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തോംസൺ വിരമിക്കുന്നത് തിങ്കളാഴ്ച. പകരം ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി PK മൊഹന്തിക്ക്. കലഹത്തിന്റെ കാവിക്കൊടി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കങ്ങളിൽ ഇരു മുന്നണികളിലും പിരിമുറുക്കമേറുമ്പോൾ BJPയിലും കലഹമെന്ന് റിപ്പോർട്ട്. കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങളുടെ ചേരിപ്പോരിന് പരിഹാരം തേടി കേന്ദ്ര നേതാക്കൾ സംസ്ഥാനത്തേക്ക്. നിർണായക കോർ കമ്മിറ്റി യോഗം മാർച്ച് 2-ന് തലസ്ഥാനത്ത്. പാർട്ടിയിൽ ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത് 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ. തിരുവനന്തപുരം, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, പാലക്കാട്, മഞ്ചേശ്വരം സീറ്റുകൾ കീറാമുട്ടിയാകും. കേന്ദ്ര ഇടപെടൽ. നേരത്തെ തൃശൂരിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ചേരിപ്പോര് കടുത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് PP മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കൃഷ്ണദാസ് പക്ഷത്തിന്റെ വാദം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ മുരളീധര വിഭാഗം. തിരുവനന്തപുരം സീറ്റ് സംബന്ധിച്ച തർക്കം സംസ്ഥാനത്ത് BJPയുടെ സാധ്യതകളെ പിന്നോട്ടടിക്കുമെന്ന ആശങ്കയിൽ കേന്ദ്ര ഘടകം. വീണ്ടും ഇടുക്കി ഗോൾഡ്. തർക്കം രൂക്ഷമാകുന്ന കേരള കോൺഗ്രസിൽ അസംതൃപ്തരായ ജോസഫ് വിഭാഗം LDFുമായി കൂട്ടുചേർന്ന് ഇടുക്കി മോഡൽ മത്സരത്തിലേക്ക്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ ഇടുക്കിയിൽ കർഷക മുന്നണിയുടെ പേരിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് സൂചന. ജോസഫ് വിഭാഗം അധികമായി ചോദിച്ച 2 സീറ്റ് കിട്ടാൻ ഇടയില്ലാത്ത സാഹചര്യത്തിൽ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുലർപ്പിന് തന്നെ നീക്കം. കടുത്ത നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ കാത്തിരിക്കുന്നത് CPM പിന്തുണ സംബന്ധിച്ച അനുകൂല നിലപാട്. തീപാറും പോരാട്ടം. ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ. ഏഷ്യാകപ്പിൽ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം രാത്രി 7-ന് ധാക്ക നാഷണൽ സ്റ്റേഡിയത്തിൽ. ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നടന്ന ഏകദിന ലോകകപ്പിന് ശേഷം ഇതാദ്യം. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തകർത്ത് ഏഷ്യാകപ്പിൽ കുതിപ്പ് തുടങ്ങിയ ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന് സൂചന. ഒത്തുകളിയിൽ വിലക്ക് നേരിട്ട് ടീമിൽ തിരിച്ചെത്തിയ മുഹമ്മദ് അമീറാണ് പാക് ടീമിലെ മുഖ്യ ആകർഷണം. ഓപ്പണർ രോഹിത് ശർമ്മയുടെ തകർപ്പൻ ഫോമും ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ആശിഷ് നെഹ്റയുടെ ബൌളിംഗ് മികവും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. മറുചേരിയിൽ പട നയിക്കാൻ നായകൻ ഷാഹിദ് അഫ്രീദി, ഷോയിബ് മാലിക്, മുഹമ്മദ് ഹാഫിസ്, സർഫറാസ് അഹമ്മദ് എന്നിവരും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.